അൻസിബ ഹസൻ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ നടി ലക്ഷ്മിപ്രിയയുടെ മൊഴിയെടുത്ത പോലീസ്. അൻസിബ തനിക്കയച്ച മെസ്സേജ് കുടുംബത്തിലടക്കം പ്രശ്നമുണ്ടാക്കിയെന്നും തനിക്ക് പിന്നിൽ ആരുമില്ലെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൻസിബ നൽകിയ പരാതിയിൽ ടിനി ടോം അമ്മ ഓഫീസിൽ മൊഴി നൽകാൻ എത്തിയെങ്കിലും പ്രസിഡന്റ് ഇല്ലാത്തതിനാൽ മൊഴി നൽകാനായില്ല. ലക്ഷ്മിപ്രിയ തനിക്കെതിരെ നൽകിയ പരാതിയിൽ ഹിൽ പാലസ് പോലീസ് വനിതാ സെല്ലിലെ SI മാനസികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു അൻസിബയുടെ പരാതി. DGPക്ക് നൽകിയ പരാതിയിൽ തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. രാവിലെ ACP ഓഫീസിലെത്തി ലക്ഷ്മിപ്രിയ മൊഴി നൽകി. 3 മണിക്കൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം ശരിയല്ലെന്നും 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് അൻസിബ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൻസിബയ്ക്കെതിരായ പരാതിയിൽ തന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അൻസിബ അയച്ച മെസ്സേജ് തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് പരാതി നൽകിയത് എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. എനിക്ക് എൻ്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എൻ്റെ ശരിയിലൂടെ മാത്രമാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായൊരു അജണ്ടയുമില്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. മൊബൈലിലേക്ക് അൻസിബ അയച്ച മെസ്സേജും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതിന്റെ സമയം വ്യക്തമാക്കുന്ന തെളിവുകളും ലക്ഷ്മിപ്രിയ പോലീസിന് കൈമാറി. ഹിൽ പാലസ് SI രേഷ്മയും അടുത്ത ദിവസം മൊഴി നൽകാനെത്തും. അൻസിബയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 3 മൊഴികളും ചേർത്ത് റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് സമർപ്പിക്കാനാണ് ACPയുടെ തീരുമാനം. അപവാദ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ടിനി ടോമിനെതിരെ അൻസിബ അമ്മ നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ടിനി ടോം ഇന്ന് മൊഴി നൽകാനെത്തിയിരുന്നു. എന്നാൽ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇല്ലാതിരുന്നതിനാൽ മൊഴി നൽകാനായില്ല. അമ്മ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതും സംഘടനയ്ക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ചോർന്നത് എങ്ങനെയെന്നതിൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോട് പ്രസിഡന്റ് വിശദീകരണം തേടിയിരുന്നു. ബുധനാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാകും. ന്യൂസ് മലയാളം, കൊച്ചി.